നമസ്കാരം സനോജി. നമസ്കാരം. നമസ്കാരം. രണ്ട് ക്ലബ്ബായി. നമസ്കാരം സനോജി. നമസ്കാരം. മൂന്നാം തവണയും ഈ കാരണഭൂതൻ അധികാരത്തിൽ വരുന്നതിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് പാളയത്തിൽ തന്നെ ഉണ്ടാകുന്നത് എന്നാണ് കേൾക്കുന്നത്. CPM-നകത്ത് ഉൾപ്പോര് വളരെയധികം ശക്തമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ ഈ പോര് മുറുക്കം നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലാണ്. പക്ഷേ അവരുടെ ഒരു ഉൾപ്പോര് മുറുകുന്നതിനനുസരിച്ച് അവരുടെ ഒരു വിവരങ്ങൾ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം ശക്തമായ രീതിയിലുള്ള ഉൾപ്പോരാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു ഹരി? ഈ ഒരു വിഷയം ഒരുപക്ഷെ പലരും മറന്നു തുടങ്ങിയ ഒരു കാര്യമാണ്. കാര്യം ഈ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഉടനീളം ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്ന് അന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ പലരും വിധി എഴുതിയിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടതുമാണ്. കാര്യം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ പാർട്ടിക്ക് നഷ്ടമാകാൻ കാരണം ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് പാർട്ടിയും സമ്മതിക്കുന്നുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും പാർട്ടിയുടെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിലൊക്കെ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്, വളരെയധികം സംവാദങ്ങൾക്ക് വഴിവെച്ച കാര്യങ്ങളാണ്. അതിനുശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് പലരും അമർഷം ഉള്ളിലൊതുക്കി കടിച്ചു പിടിച്ച് സഹിച്ച് ഇതുവരെ കടന്നുപോയത്. ഈ ഏപ്രിൽ 9 എന്നുള്ള വോട്ടെടുപ്പ് ദിനം കടന്നതോടുകൂടി പലരുടെയും ഉള്ളിലെ അമർഷം അണപൊട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും പിണറായി വിജയൻ ഇനിയിപ്പോൾ ഒരുപക്ഷെ LDF മൂന്നാമതും കേരളത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിനോട് കടുത്ത എതിർപ്പാണ് പാർട്ടിക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഇന്നിപ്പോൾ ചർച്ചയാകാൻ കാരണം എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് ഇടത് സൈബർ ഇടങ്ങളിലെ എഴുത്തുകാരനായ സെബിൻ K. ജേക്കബ്. സെബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉയരുന്നതായി കാണുന്നത്. കാര്യം ഈ വൃദ്ധന്മാർ ഇനി മുഖ്യമന്ത്രി കസേരയിൽ തുടർന്നാൽ ഒരുപക്ഷെ അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെ ഉണ്ടായതുപോലുള്ള ചില കാര്യങ്ങൾ ഇനിയും ഉണ്ടായേക്കും. കാര്യം ഭരണം കയ്യിലിരിക്കും, പക്ഷേ ഭരിക്കുന്നത് മറ്റുള്ളവരായിരിക്കും എന്നുള്ള തലത്തിൽ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ, അതായത് രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉയർന്നു കേട്ട ഒരു പേരാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് ശൈലജ ടീച്ചറിൻ്റെ പേര്. ശൈലജ ടീച്ചറിൻ്റെ പേര് വീണ്ടും സജീവമാകുന്നുണ്ട്. ഒപ്പം രാജീവൻ്റെ പേര് സജീവമാകുന്നുണ്ട്. മന്ത്രി P. രാജീവിൻ്റെ, KN ബാലഗോപാലിൻ്റെ പേര് വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ആയാൽ പോരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത്? എന്തിനാണ് വീണ്ടും പിണറായി വിജയൻ ഒരു ദശാബ്ദ കാലത്തോളം കേരളം ഭരിച്ചില്ലേ? ഇനിയെങ്കിലും അദ്ദേഹത്തിനും വേണ്ട ഒരു വിശ്രമം എന്നുള്ള രീതിയിലാണ് ചില സംഭാഷണങ്ങൾ പാർട്ടിയുടെ ഉൾത്തടങ്ങളിൽ ഇപ്പോൾ ആലയൊലിയായി ഉയരുന്നത്. പക്ഷേ ഇതൊരു കടുത്ത അമർഷം, പാർട്ടി സഹാക്കൾക്കിടയിലുള്ള ഒരു കടുത്ത അമർഷം അണവട്ടി ഒഴുകുന്നതായിട്ട് വേണം തന്നെ കരുതാൻ. ഈ മരുമകന്റെ പേര് ഇതൊരിക്കലും ഉയർന്നു കേട്ടിട്ടില്ല. അല്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. കാര്യം ഇത് ഒരുപക്ഷെ ഇതാരും പറഞ്ഞില്ലെങ്കിൽ കൂടി ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഈ അമർഷം അങ്ങോട്ട് ശക്തമാകുമ്പോൾ പിണറായി സ്വയം ഒഴിയാൻ ഒരുപക്ഷെ അദ്ദേഹം തയ്യാറായേക്കും. അദ്ദേഹത്തിന് കുറേ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മൂന്നാം തവണയും മുഖ്യമന്ത്രി ആകുന്നതിൽ നിന്ന് സ്വയം മാറിയേക്കാം. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ആകാനുള്ള ഒരു അടുത്ത ചോയ്സ് നിൽക്കുന്നത് റിയാസിൻ്റെ പേരാണ്. ആ പേര് പുറത്തു പറയാതെ, അല്ലെങ്കിൽ ആ പേര് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ഇതിനുള്ള ഒരു ചർച്ചകൾ തുടങ്ങി വെക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? കാര്യം റിയാസ് ഒരിക്കലും മുഖ്യമന്ത്രി കസേരയിലേക്ക് വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇന്ന് CPM-ന് ഉള്ളിൽ ഉള്ള നേതാക്കളും അതിൻ്റെ അണിയറ പ്രവർത്തകരും തന്നെയാണ്. അവർക്ക് അതിനോട് കടുത്ത അമർഷമാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു അമർഷം ഇങ്ങനെ പുകഞ്ഞിരിക്കുകയാണ് CPM-നകത്ത്. ഒരുപക്ഷെ ആ തീരുമാനങ്ങൾ അത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ. അല്ല, സാധാരണത്തിൽ പല ദോഷകരമായ പ്രവണതകളും, ഇപ്പോൾ ഭീകരവാദം ഉൾപ്പെടെയുള്ള പ്രവണതകൾ CPM-ന് ഒരു വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ SDPI-യുമായുള്ള ഒരു ബന്ധമൊക്കെ CPM-ന് അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനെ ചേർത്ത് പിടിക്കുന്ന ഭീകരവാദവുമായിട്ട് ബന്ധമുള്ള നേതാക്കന്മാർ തന്നെ ഇടതുപക്ഷത്തിനകത്തുണ്ട്. അതുകൊണ്ടത് സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ വളരെ സജീവമായിട്ട് ഇടതുപക്ഷത്തിനകത്തുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മരുമകൻ റിയാസുമായുള്ള ഒരു
വിഷയവും റിയാസിനെ കൂടുതൽ മുന്നിലേക്ക്, അതായത് നേരത്തെ CPM ഇല്ലാത്തൊരു പ്രവണതയായിരുന്നു കുടുംബാധിപത്യം എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അത് എങ്ങനെയോ പടർന്നു പിടിച്ച് അതിപ്പോ LDF-ലും കൂടെ ആയിരിക്കും. പിണറായി വിജയനിലൂടെ അത് ശക്തമായി പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ കിം ജോങ് ഉന്നൊക്കെ പോലെ കിം ജോങ് ഉന്നിന്റെ ഫാമിലി മുഴുവൻ ഈ ഭരണത്തിൽ തുടരുന്ന ഒരു അവസ്ഥയുണ്ട്, അധികാരത്തിൽ തുടരുന്ന അവസ്ഥയുണ്ട്. ആ അധികാര തുടർച്ച ഇപ്പോൾ കേരളത്തിൽ അതേ രീതിയിലുള്ള ഒരു മാതൃകയിലുള്ള ഒരു ഭരണം സൃഷ്ടിക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ക്യാരക്ടറിലുള്ള, ലോകത്തിൽ എവിടെയായാലും ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാർ ഈ രീതിയിലേ പെരുമാറുകയുള്ളൂ. പിണറായി വിജയനും ആ രീതിയിലാണെന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല ഹരി, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കുകയാണെങ്കിലും എല്ലാ ഫ്ലക്സ് ബോർഡുകളിലും പിണറായി വിജയൻ മാത്രമാണുള്ളത്. പിണറായി വിജയന്റെ കരിസ്മയിൽ ഊന്നിയുള്ള ഒരു പ്രചരണ പരിപാടിയാണ് മുഴുവൻ ആസൂത്രണം ചെയ്തിരുന്നത്, ഇല്ലേ? പിണറായി വിജയന്റെ പടമല്ലാതെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലോ അതിനു മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മുഖം അല്ലെങ്കിൽ തല ഏതെങ്കിലും ഒരു ഫ്ലക്സ് ബോർഡിൽ ഹരി കണ്ടോ? ഇല്ല. LDF മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളൊരു ക്യാപ്ഷനിലുള്ള പരസ്യവാചകം അങ്ങോളം ഇങ്ങോളം അതിൽ നിറഞ്ഞു നിന്നത് പിണറായി വിജയന്റെ രൂപത്തിലുള്ള തല മാത്രമാണ്, ഇല്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഞാനും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്തതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാനായത് ഇതേ ഫ്ലക്സ് ബോർഡുകൾ തന്നെയാണ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഈ ഒരു രീതിയിലുള്ള പ്രചരണ തന്ത്രമാണ് ഇക്കുറി. ഇതും സഖാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇടവച്ചിരുന്നു. കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത് ഓരോന്നായി അണപൊട്ടി പുറത്തേക്ക് വരികയാണ്. ഇതിവിടം കൊണ്ട് തീരുന്നില്ല. കാര്യം ഇനി അടുത്തങ്ങോട്ട് ഈ മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ആരാണ് ജയിക്കുന്നത്, അത് ഇടതുപക്ഷ സർക്കാരാണ് 3-ാം തവണയെങ്കിൽ വരുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ആക്കം കൂടത്തേ ഉള്ളൂ. ജയിച്ചു എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു ഭരണമൊന്നും ആയിരിക്കില്ല CPM-ന്. വലിയ കടമ്പകൾ കടക്കേണ്ടി വരും ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ അധികാര കസേരയിലേക്ക് എത്തുന്നവർ. മാത്രമല്ല മന്ത്രിമാരുടെ കാര്യത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള വെട്ടിനിരത്തലും കുതികാൽ വെട്ടും ഒക്കെ ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഒരുപക്ഷെ ഇലക്ഷൻ ഒരു വിജയപരാജയങ്ങൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണെന്ന് അടങ്ങിയിരിക്കുന്നത്. കാരണം ജയിച്ചു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി കസേര എന്നൊരു വിഷയമില്ല. അതുകൊണ്ട് തന്നെ CPM ഒരു ന്യൂട്രൽ ലെവലാണ്. അവർക്ക് തോറ്റാലും ജയിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന കുറച്ച് പേരും ഉണ്ട് ഇതിനകത്തിൽ മറ്റൊരു കാര്യവും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഹരി. അതായത് ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം. കാര്യം ഇടതുപക്ഷത്തിൽ അങ്ങനെ അങ്ങ് അധികാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമീപനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കി എന്ന് ഒഴിച്ചാൽ, അല്ലെങ്കിൽ ബിന്ദുവിനെ മന്ത്രിയാക്കി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് വനിതയ്ക്കാണ് വലിയ പ്രാമുഖ്യം നൽകി വലിയ സ്ഥാനമാനങ്ങൾ CPM നൽകിയിട്ടുള്ളത്? അപൂർവം. ഇപ്പൊ ഈ പുതിയ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കൂ, ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കൂ. ഈ 144 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും CPM അങ്ങനെ അങ്ങ് വനിതകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? നേരെ മറിച്ച് BJP-യുടെ ഒക്കെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ യുവതികൾ, അല്ലേ, യുവാക്കളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് മുഖങ്ങൾ. അവിടെയൊക്കെയാണ് ചോദ്യം വരുന്നത്. കാര്യം എന്തുകൊണ്ട് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഊട്ടിക്ക് എന്തുകൊണ്ട് വെട്ടിമാറ്റി? തീർച്ചയായും ചില കാരണങ്ങൾ കൂടി. ഇതൊക്കെ ആളുകളും മാധ്യമപ്രവർത്തകരും ചോദിച്ചില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകുന്ന വിഷയങ്ങളാണിത്. ഇതിപ്പോ ഈ ഇലക്ഷന് സമാന്തരമായി തന്നെ ഇത്തരം ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ പലയിടങ്ങളിൽ, പല കോണുകളിൽ, പല സദസ്സുകളിൽ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഇലക്ഷന്റെ കോലാഹലത്തിനുള്ളിൽ അത് മുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷന്റെ കോലാഹലം അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം വിഭിന്ന സ്വരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഷ്ടകാലത്തിനെങ്ങാനും CPM ജയിച്ച് അധികാരത്തിൽ 3-ാം തവണ വരികയാണെങ്കിൽ വമ്പൻ അടിയായിരിക്കും. അല്ല, ഇത് മിക്കവാറും ഒരുപക്ഷെ പിണറായിയെ പുറത്ത് പിടിച്ചു തള്ളേണ്ട ഒരു ഗതികേടിലൊക്കെ ഒക്കെ ചിലപ്പോൾ കാര്യങ്ങൾ പോയാലും നമുക്ക് അതിശയോക്തിയില്ല. കാരണം അത്തരത്തിലാണ് ഇദ്ദേഹം ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് നേരത്തെയൊക്കെ ഇടതുപക്ഷം അഴിമതി കാണിക്കുമെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അഴിമതിയായിരുന്നു. വ്യക്തി കേന്ദ്രീകൃതമായ അഴിമതിയിലേക്ക് മാറുന്നത് പിണറായി വിജയൻ്റെ അധികാരസ്ഥാനത്തോടു കൂടിയാണ്. കാരണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സമയം
പരിശോധിച്ചാൽ മതി, മനസ്സിലാവും. കാരണം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം മാറിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അഴിമതികൾ അതുമുതൽ ആണ് തുടക്കം കുറിക്കുന്നത്. അതുമുതൽ ഇങ്ങോട്ടുള്ള അഴിമതികളെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് കുടുംബത്തിലേക്ക് കാശ് എത്തുന്ന തരത്തിലേക്ക് ഈ അഴിമതികൾ മാറുന്നു എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ്റെ താൻ പ്രമാണിത്വവും ഈ വല്ലാത്ത ഈ പോരും ഒക്കെ കൊണ്ടാണ് ഒരുവിധം കാര്യങ്ങൾ പിടിച്ചു നിന്നത്. കാരണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വല്ലാത്ത രീതിയിലുള്ള മറുപടികളായിരിക്കും കേൾക്കേണ്ടി വരിക. അത് ഒരുപക്ഷെ പാർട്ടിക്ക് കൂടി, പാർട്ടിയുടെ പ്രതിച്ഛായ കൂടി വല്ലാതെ തകിടം മറിക്കും എന്നുള്ള തോന്നൽ കൊണ്ട് പലരും മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ കാര്യമില്ല, മിണ്ടാതിരുന്നു കഴിഞ്ഞത് മൊത്തത്തിൽ തകരും, അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ നിലനിൽപ്പ് അസ്ഥാനത്താകും എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ ശബരിമല സംഭവം ഇല്ലേ, അന്നത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടിന് CPM-നുള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതിനകത്തുള്ള വിശ്വാസികളായ ഒരു കൂട്ടം ഹൈന്ദവർ ഈ CPM-നെ പിന്താങ്ങുന്നുണ്ട്. അവരുടെ കടുത്ത എതിർപ്പാണ് അന്ന് നേരിട്ടത്. വീണ്ടും ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത് അവരെ കൂടി പാട്ടിലാക്കാൻ വേണ്ടിയാണെങ്കിലും പക്ഷേ ഇതെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലൊരു നിലപാട് കൊണ്ട് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത് വീണ്ടും ഇത്തരക്കാരുടെ കണ്ണു തുറപ്പിക്കാനൊരു അവസരം കൂടിയാണ് CPM സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കടുത്ത അമർഷമാണ് പിണറായിയോടും പിണറായിയുടെ ഇത്തരം ചെയ്തികളോടും അതുപോലെ പാർട്ടി പല സമയങ്ങളിൽ കൈക്കൊള്ളുന്ന നിലപാടുകളോടും. അപ്പോൾ അതിൻ്റെ ഒരു കടുത്ത അമർഷം ഇങ്ങനെ പുകഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ നേരത്തെ 2-3 തവണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉള്ളിലൊതുക്കി എല്ലാവരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഇത്തരത്തിൽ ഇതിനകത്തുണ്ടായ പല മുറുമുറുപ്പുകളും കുശുകുശുപ്പുകളും ഒക്കെ മറനീക്കി പുറത്തു വരും അടുത്ത ദിവസങ്ങളിൽ. ഇത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ CPM ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവർ വലിയ പ്രതിരോധത്തിലേക്കാണ് പോകുന്നത്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ വരണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് പാർട്ടിയിലെ ഭൂരിഭാഗം വിഭാഗവും ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യവും ഇവിടെ വച്ചു വാഴിക്കില്ല എന്ന രീതിയിലുള്ള ചില സൂചനകളും ചില സംഭാഷണങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ 2 മുന്നണികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ഇന്ത്യ മുന്നണിയും മറ്റൊന്ന് NDAയും. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ദുർബലമായി മാറുന്നുണ്ട് ഈ 2 പക്ഷവും. ജനങ്ങൾക്ക് പൊതുവിൽ ബോധ്യമായി കഴിഞ്ഞു ഇവരെ കൊണ്ട് കാര്യമായ രീതിയിലൊരു പ്രയോജനമുണ്ട്. എത്ര നേതാക്കന്മാരാണ് ഇനി അതിനകത്ത് ബാക്കി അവശേഷിക്കുന്നത്? പിണറായിയുടെ നിഴൽ പറ്റി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ മറ്റ് നിഴൽ പറ്റി നിന്നുകൊണ്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അബദ്ധവുമായിരുന്നു. എത്രയേറെ അബദ്ധങ്ങളാണ് ഉണ്ടായത് ഈ 2ാമത്തെ ടേമിൽ. അതായത് ആരോഗ്യരംഗത്തെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആരോഗ്യരംഗത്തെ കാര്യത്തിൽ അപ്പാടെ പരാജയമാണ്. കത്രിക വയറ്റിൽ വെച്ച് തയ്ക്കുക, മാറി ഓപ്പറേഷൻ ചെയ്യുക, അണുബാധ, ഇങ്ങനെ ആരോഗ്യരംഗം അടിമുടി. മാത്രമല്ല, സുധാകരനെ പോലുള്ള സീനിയർ നേതാക്കളെയൊക്കെ പിണക്കി പാർട്ടി നിറക്കി വിട്ടതൊക്കെ വലിയ രീതിയിൽ വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് പാർട്ടിക്ക്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചില്ലെങ്കിൽ പോലും പല രീതിയിൽ അണികൾക്കിടയിലൊക്കെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അച്യുതാനന്ദൻ്റെ മരണത്തോടുകൂടി കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ലൊരു കാലം കേരളത്തിൽ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി ഈ പറയുന്നത് പോലെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് ഒരു തരി കനൽ എന്നൊക്കെ. ആ കനൽ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അടക്കം പറച്ചിൽ. അത് ഈ ഒരു പ്രവണത വീണ്ടും പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കത്ത് നിൽക്കുമെന്ന് പറയും. കാരണം ഒരു തുടർ ഭരണവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് പാർട്ടി പോകും. ഉൾപ്പോര് ശക്തമാകും, അടിച്ചു പിരിയുന്ന ഒരു ഘട്ടമാകും. മറ്റു ഭാഗത്താണെങ്കിൽ കോൺഗ്രസിനും അധികാരമില്ലാതെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ 2 പാർട്ടികളും 2 മുന്നണികളും അസ്തമിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റ് നിർവാഹങ്ങളൊന്നുമില്ല, ഒരു ബ്രീത്തിങ് സ്പേസിനുള്ള ഇടമൊന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. നമസ്തേ.